നല്ല ഉദ്ദേശത്തോടെ ചെയ്യുന്ന ചില കാര്യങ്ങൾ ചിലപ്പോൾ നേരെ വിപരീത ഫലം ഉളവാക്കാറുണ്ട്. അപ്രതീക്ഷിതമായ അത്തരം തിരിച്ചടികളിൽ മിക്കവരും നിരാശരായി പോകാറുമുണ്ട്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ എങ്ങനെയാണ് മുൻപോട്ട് പോകേണ്ടത്? ജീവസന്ദേശം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. പ്രശ്നങ്ങളോ തടസ്സങ്ങളോ ഒന്നുമില്ലാത്ത ഒരു ക്രിസ്തീയ ജീവിതമാണ് എല്ലാവരുടെയും ആഗ്രഹം. എന്നാൽ അത്തരം പരീക്ഷണങ്ങളും പ്രതികൂല സാഹചര്യങ്ങളുമാണ് ഒരു ദൈവഭക്തനെ ആത്മീയമായി കരുത്തുറ്റവനാക്കി തീർക്കുന്നത് എന്ന സത്യം നാം മറന്നുകൂടാ. തന്നെയുമല്ല, ഇത്തരം പ്രതിസന്ധികൾ ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടുവാനുള്ള അവസരങ്ങളായി മാറുകയും ചെയ്യുന്നു. യഹോവയുടെ കണ്ണ് തങ്കിൽ ഏകാഗ്ര ചിത്തരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിലെല്ലായിടവും ഊടാടിക്കൊണ്ടിരിക്കുന്നു എന്ന് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പുറപ്പാട് പുസ്തകം 5-ാം അധ്യായം. അത്ഭുത പ്രവൃത്തികളുടെ എല്ലാം പിൻപിൽ ദൈവമാകുന്നുള്ളത് എന്ന ഒരു തെറ്റായ ധാരണ പൊതുവെ മനുഷ്യരുടെ ഇടയിലുണ്ട്. അത്ഭുത പ്രവൃത്തികളെല്ലാം ദൈവം പ്രവർത്തിക്കുന്നതിനാലാകണം എന്നില്ല. അത് സാത്താൻ്റെ പ്രവർത്തനവുമാകാം. അങ്ങനെയെങ്കിൽ ഏതാകുന്നു ദൈവത്തിൻ്റെ പ്രവൃത്തി, ഏതാകുന്നു സാത്താൻ്റെ പ്രവൃത്തി എന്ന് എങ്ങനെ തിരിച്ചറിയും? ദൈവം അയച്ചിട്ട് മോശ ഫറവോൻ്റെ മുൻപിൽ ചെന്ന് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചപ്പോൾ ഫറവോൻ്റെ മന്ത്രവാദികളും അങ്ങനെ തന്നെ ചെയ്തു എന്ന് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇന്നും അതുപോലെ സാത്താൻ ഉപയോഗിക്കുന്നവരും ദൈവം ഉപയോഗിക്കുന്നവരുമുണ്ട്. ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ അത്ഭുത പ്രവർത്തനങ്ങൾ ദൈവത്താൽ ആകുന്ന പക്ഷം അതിലൂടെ ദൈവനാമം മാത്രം മഹത്വപ്പെടും. പ്രത്യക്ഷമായോ പരോക്ഷമായോ സ്വന്തം പേരിനും സൗകര്യത്തിനും ചെയ്യുന്നതെല്ലാം സാത്താന്യമാകുന്നു. ദൈവനാമം മഹത്വപ്പെടുന്ന പ്രവൃത്തി എല്ലായ്പ്പോഴും വിശുദ്ധിയിൽ നിന്നും മാത്രമാകും. വിശുദ്ധിയില്ലാത്ത യാതൊരുത്തരെയും ദൈവം തൻ്റെ മഹത്വത്തിനായി ഉപയോഗിക്കുന്നില്ല. ദൈവം തൻ്റെ ജനത്തെ വിടുവിക്കുന്ന വലിയ പ്രവർത്തനത്തിന് മോശയെ നിയോഗിക്കുന്നതാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. താൻ ദൈവം അയച്ചിട്ട് വന്നതാകുന്നു എന്ന് ഫറവോനെ ബോധ്യപ്പെടുത്തുവാൻ ദൈവം മോശയ്ക്ക് വീര്യപ്രവൃത്തികൾ ചെയ്യുവാൻ പ്രാപ്തി നൽകി. ഫറവോനുമായുള്ള കൂടിക്കാഴ്ചയോടെയാണ് പുറപ്പാട് പുസ്തകം 5-ാം അധ്യായം ആരംഭിക്കുന്നത്. ബാധകളെല്ലാം മിസ്രൈമിലെ കപട ദേവന്മാർക്ക് എതിരെയുള്ളവയായിരുന്നു എന്നോർക്കണം. വാസ്തവത്തിൽ അത് മിസ്രൈമിലെ ദേവന്മാർക്കെതിരെ ദൈവം തുറന്ന യുദ്ധം പ്രഖ്യാപിക്കുകയായിരുന്നു. 40 വർഷങ്ങൾക്ക് ശേഷമാണ് മോശ മിസ്രൈമിലേക്ക്, ഈജിപ്തിലേക്ക് തിരിച്ചു വരുന്നത്. തൻ്റെ ജനത്തെ വിടുവിക്കുവാനായി മോശ ഇപ്പോൾ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. ഇസ്രായേലിലെ മൂപ്പന്മാരെയൊക്കെ കൂട്ടിവരുത്തി അവർ ഒന്നിച്ച് തങ്ങളുടെ അഭ്യർത്ഥനയുമായി ഫറവോൻ്റെ അടുക്കൽ പോവുകയാണ്. ഇസ്രായേലിനെ വിട്ടയപ്പാൻ ഫറവോനും വിസമ്മതിക്കും. അത് മിസ്രൈമിലെ ദേവന്മാരും ജീവിക്കുന്ന ദൈവവും തമ്മിലുള്ള പോരാട്ടത്തിന് തുടക്കം കുറിക്കും. ഈ പറയുന്ന ബാധകൾ യാദൃച്ഛികമായിരുന്നില്ല. തവളകളുടെ ബാധ അയച്ചതിന് ശേഷം ഇനിയും അടുത്തതായി എന്ത് ബാധയാണ് അയക്കേണ്ടത് എന്ന് ആലോചിച്ചിരുന്നില്ല ദൈവം. ഈ ബാധകൾ ഓരോന്നും ഏറ്റവും സംഘടിതമായി ക്രമീകരിക്കപ്പെട്ടതും കൃത്യവുമായിരുന്നു. അതായത് ഓരോ ബാധയ്ക്കും കൃത്യമായ ഉദ്ദേശവും അർത്ഥവും ഉണ്ടായിരുന്നു എന്ന് ചുരുക്കം. അവ മുൻ നിർണയപ്രകാരം മിസ്രൈമിലെ കപട ദേവന്മാർക്കെതിരെ ദൈവം അയച്ചവയായിരുന്നു. യഹോവ ആര്? ഞാൻ യഹോവയെ അറിയുകയില്ല, ഞാൻ ഇസ്രായേലിനെ വിട്ടയക്കുകയില്ല എന്ന് ഫറവോൻ പറയുന്നു. അതിനാൽ മിസ്രൈം ദേശത്ത് ബാധകളെ അയച്ചുകൊണ്ട് ദൈവം ഫറവോനും അവൻ്റെ ജനത്തിനും തന്നെ പരിചയപ്പെടുത്തുകയാണ് വാസ്തവത്തിൽ ചെയ്തത്. തൻ്റെ ഉദ്ദേശം എന്തായിരുന്നു എന്ന് ദൈവം പുറപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അവിടെ നാം വായിക്കുന്നത്,
അങ്ങനെ ഞാൻ എൻ്റെ കൈ മിസ്രൈമിന്മേൽ നീട്ടി ഇസ്രായേൽ മക്കളെ അവരുടെ ഇടയിൽ നിന്ന് പുറപ്പെടുവിക്കുമ്പോൾ ഞാൻ യഹോവ എന്ന് മിസ്രൈമ്യർ അറിയും. താൻ ആരാണെന്ന് മിസ്രൈമ്യരെ അറിയിച്ചതിന് ശേഷം തൻ്റെ ജനത്തെ വിടുവിക്കുന്നതിനാണ് ദൈവം ബാധകൾ ഉപയോഗിച്ചത്. ഓരോ ബാധയും മിസ്രൈമിലെ ഓരോ ദേവന് എതിരായിട്ടുള്ളതായിരുന്നു. മിസ്രൈമിൽ ആയിരക്കണക്കിന് ദേവാലയങ്ങളും ലക്ഷക്കണക്കിന് വിഗ്രഹങ്ങളും ഏകദേശം 3000 ദേവന്മാരും ഉണ്ടായിരുന്നു. മിസ്രൈമ്യ മതം ശക്തിയുള്ളതായിരുന്നു. മിസ്രൈമ്യർ അറിവില്ലാത്ത ആളുകൾ അല്ലായിരുന്നു. ഇന്നത്തെ സ്ഥിതിയും വ്യത്യസ്തമല്ല. ഇന്ന് ശാസ്ത്രവും സാങ്കേതിക വിദ്യയും വളരുകയും മനുഷ്യൻ ചന്ദ്രനിലും അതിനപ്പുറത്തും കാലുകുത്തുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞു. എന്നാൽ അതുകൊണ്ട് നാം മുൻപന്തിയിലാണെന്ന് ധരിക്കേണ്ട കാര്യമില്ല. ഇന്ന് നമുക്കുള്ള അറിവുകളെല്ലാം നൂറ്റാണ്ടുകളായി ലഭിച്ച അറിവിൻ്റെ അടിസ്ഥാനത്തിൽ വികസിക്കപ്പെട്ടതും അതിൻ്റെ തുടർച്ചയുമാണ്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് മിസ്രൈമിലെ മതങ്ങൾക്ക് ശക്തി ഉണ്ടായിരുന്നു എന്നാണ്. തിമത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം 8-ാം വാക്യത്തിൽ വായിക്കുന്നത്, യന്നേസും യംബ്രേസും മോശയോട് എതിർത്ത് നിന്നതുപോലെ തന്നെ ഇവരും സത്യത്തോട് മറുത്തു നിൽക്കുന്നു. ദുർബുദ്ധികളും വിശ്വാസം സംബന്ധിച്ച് കൊള്ളരുതാത്തവരുമത്രേ. മിസ്രൈമിലെ മതത്തിൻ്റെ ശക്തി പൈശാചിക ശക്തിയായിരുന്നു. തന്നെ വണങ്ങുന്നവർക്ക് സാത്താൻ ശക്തി കൊടുക്കുന്നു, സംശയമില്ല. ഇന്നും ഇത് വളരെയധികം കാണുവാൻ കഴിയുന്നുണ്ട്. മിസ്രൈമിലെ വിഗ്രഹാരാധനയ്ക്കും ഫറവോനും പിശാചിനും എതിരായിട്ടാണ് ദൈവം ബാധകൾ അയച്ചത്. സത്യദൈവവും മിഥ്യാമൂർത്തികളും തമ്മിലുള്ളൊരു തുറന്ന യുദ്ധമാകുന്നു ഇവിടെ കാണുന്നത്. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ ആ കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. അവിടെ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: ഈ രാത്രിയിൽ ഞാൻ മിസ്രയീം ദേശത്തു കൂടി കടന്ന് മിസ്രയീം ദേശത്തുള്ള മനുഷ്യൻ്റെയും മൃഗത്തിൻ്റെയും കടിഞ്ഞൂലിനെ ഒക്കെയും സംഹരിക്കും. മിസ്രയീമിലെ സകല ദേവന്മാരിലും ഞാൻ ന്യായവിധി നടത്തും. ഞാൻ യഹോവ ആകുന്നു. ദൈവം എന്ന് പറഞ്ഞ് മിസ്രൈമ്യർ ആരാധിച്ചിരുന്നതൊന്നും യഥാർത്ഥ ദേവന്മാരല്ല എന്ന വസ്തുത ദൈവം വെളിച്ചത്ത് കൊണ്ടുവരുന്നു. ഇസ്രായേൽ മക്കളെ വിടുവിപ്പാൻ തനിക്ക് ശക്തിയുണ്ടെന്ന് ദൈവം വെളിപ്പെടുത്തുന്നു. ഈ ഇസ്രായേൽ മക്കൾ വിഗ്രഹാരാധനയുടെ മധ്യത്തിൽ ഇഷ്ടികക്കളത്തിൽ ജനിച്ചവരാണെന്ന് ഓർക്കണം. അതിനാൽ താൻ ശ്രേഷ്ഠ ദൈവമാണെന്ന കാര്യം ദൈവം അവർക്ക് കാണിച്ചു കൊടുക്കേണ്ടതായി വന്നു. ഓരോ ബാധയെക്കുറിച്ചും ഞാൻ അല്പമായി ഒന്ന് വിവരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ആദ്യമായി മോശ ഫറവോൻ്റെ മുൻപാകെ നിന്നപ്പോൾ അവൻ തൻ്റെ വടിയെ സർപ്പമാക്കി തീർത്തു. മിസ്രൈമിലെ വിദ്വാൻമാരും അതുപോലെ ചെയ്തു. പിശാചിന് ശക്തിയുണ്ടെന്ന് ഇത് വെളിപ്പെടുത്തുന്നു. ഈ പ്രകടനത്തിന് ശേഷമാണ് 10 ബാധകൾ രംഗത്ത് വന്നത്. ഒന്നാമത്തെ ബാധ വെള്ളം രക്തമായി തീർന്നതാണ്. പുറപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 19 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വളവും വെള്ളവും കൊണ്ടുവരുന്ന നൈൽ നദിയുടെ കരകവിഞ്ഞുള്ള ഒഴുക്കിനെ ആശ്രയിച്ചാണ് മിസ്രൈമിൻ്റെ ഫലഭൂഷ്ടി നിലനിന്നത്. അതിനാൽ നൈൽ നദി ഒസിരീസ് ദേവന് വിശുദ്ധമായിരുന്നു. ഒസിരീസ് ദേവൻ്റെ സർവം കാണുന്ന കണ്ണുകൾ അനേകം ഈജിപ്ഷ്യൻ പെയിൻറ്റിങ്ങുകളിൽ കാണാവുന്നതാണ്. എല്ലാ വർഷവും മഴക്കാലത്ത് നദി ജീവൻ പ്രാപിക്കുമ്പോൾ അനേകം വിജാതീയ അനുഷ്ഠാനങ്ങൾ അരങ്ങേറുക പതിവായിരുന്നു. വെള്ളം രക്തമായി മാറിയപ്പോൾ അത് ജീവന് പകരം മരണമാണ് വരുത്തിയത്. മിസ്രൈമിലെ വിദ്വാൻമാരും തങ്ങളുടെ മന്ത്രവാദം കൊണ്ട് അപ്രകാരം ചെയ്തു എന്ന് നാം വായിക്കുന്നുണ്ട്. രണ്ടാമത്തെ ബാധ മിസ്രൈമിലെങ്ങും തവളകൾ പെരുകിയതായിരുന്നു. 8-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ നാം അത് കാണുന്നുണ്ട്. ഈജിപ്തിൽ മെംഫിസിലെ ഏറ്റവും മനോഹരമായ ദൈവാലയങ്ങളിൽ ഒന്ന് ഹെക്കയുടെ ദേവാലയമായിരുന്നു. ഹെക്ക വിരൂപിയായ തവളകളുടെ തലയുള്ള ഒരു ദേവതയായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് വിശുദ്ധമായ തവളയെ കൊല്ലുന്നത് കുറ്റകരമായിരുന്നു. മിസ്രൈമ്യർ കണ്ടതുപോലെ നിങ്ങൾ അവയെ വീട്ടിലും കിടക്കയിലും ആഹാരത്തിലും കാണുവാൻ ഇടയായാൽ എന്തു ചെയ്യും? നിശ്ചയമായും കൊന്നുകളയും. എന്നാൽ മിസ്രൈമ്യർക്ക് അവ വിശുദ്ധമായിരുന്നു. ദൈവമല്ലേ? വിദ്വാൻമാരും ഈ ബാധ അതുപോലെ തന്നെ ആവർത്തിച്ച് കാണിച്ചു. ഇത് വെറും കൺകെട്ടുവേലയായിരുന്നു എന്ന് നമുക്കറിയാം. മാജിക്ക് കൊണ്ടാണ്, അല്ലെങ്കിൽ ട്രിക്കുകൾ കൊണ്ടാണ് അവർക്ക് അപ്രകാരം പ്രവർത്തിക്കുവാൻ സാധിച്ചത്. മൂന്നാമത്തെ ബാധ പേനിൻ്റെ ബാധയാണ്. 8-ാം അധ്യായത്തിൻ്റെ 16 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ
മിസ്രൈമ്യർ ഭൂമിദേവനായ ഗേവിനെ ആരാധിച്ചിരുന്നു, ഗേവ്. എന്നാൽ മിസ്രൈം ദേശത്തിൽ എല്ലായിടവും നിലത്തെ പൊടി പേനായിത്തീരുന്നു. ഗേവിന് വിശുദ്ധമായിരുന്നത് അവർ ഇപ്പോൾ നിന്ദിക്കുന്നു. ഈ ബാധ എടുത്തു കളയണമെന്ന് ഫറവോൻ ആവശ്യപ്പെടുന്നില്ല. ഈ അതിശയം ആവർത്തിക്കുവാൻ മിസ്രൈമിലെ മന്ത്രവാദികൾക്ക് കഴിഞ്ഞുമില്ല. ഈ ബാധ വരുത്തിയ ആൾ മിസ്രൈമിലെ ദേവന്മാരെക്കാൾ ശ്രേഷ്ഠനാണെന്ന് അവർ അംഗീകരിച്ചതായി തോന്നുന്നു. 4ാമത്തെ ബാധ നായീച്ചയുടെ ബാധയായിരുന്നു. 8-ാം അധ്യായത്തിൻ്റെ 20 മുതൽ 32 വരെ. മിസ്രൈമ്യരുടെ ആരാധനാമൂർത്തികളിൽ കെഫറ എന്ന വണ്ടിൻ്റെ രൂപമുള്ള ദേവന്മാരുണ്ടായിരുന്നു. ഈ വണ്ടുകൾ റാ എന്ന സൂര്യദേവന് വിശുദ്ധമായിരുന്നു. അവയുടെ രൂപങ്ങൾ മിസ്രൈമിലെ കല്ലറകളിൽ മൃതദേഹത്തോടൊപ്പം അടക്കിയിരുന്നു. മിസ്രൈമ്യരെ സംബന്ധിച്ച് അവ നിത്യജീവനെയാണ് കുറിച്ചിരുന്നത്. നായീച്ച. 5ാമതായി മൃഗങ്ങളിന്മേൽ ഉണ്ടായ വ്യാധിയായിരുന്നു. 9-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 7 വാക്യങ്ങൾ. കന്നുകാലികളെ ബാധിക്കുന്ന ഒരു രോഗമായിരുന്നു ഈ പറയുന്നത്. മിസ്രൈമിലെ ഏറ്റവും വലിയ ദേവാലയങ്ങളിൽ 2ാമത്തേത് മെംഫീസിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അവിടെ എഫീസ് എന്ന പേരോടുകൂടിയ കറുത്ത കാളയുടെ ആരാധനയാണ് നടന്നിരുന്നത്. ഈ മൃഗങ്ങളിന്മേൽ ഉണ്ടായ വ്യാധി മൂലം മിസ്രൈമ്യരുടെ ആരാധനാമൂർത്തിയുടെ ബലഹീനത വെളിപ്പെട്ടു എന്ന് പറയുവാൻ കഴിയും. 6ാമത്തെ ബാധ 9-ാം അധ്യായത്തിൻ്റെ 8 മുതൽ 17 വരെയുള്ള ഭാഗത്ത് വായിക്കുന്ന പരുവാണ്. മിസ്രൈമിലെ നിയമമനുസരിച്ച് എല്ലാ മതങ്ങളുടെയും പുരോഹിതന്മാർ ഊനമില്ലാത്തവർ ആയിരിക്കേണ്ടതാണ്. ദൈവാലയത്തിൽ ശുശ്രൂഷിക്കണമെങ്കിൽ അവരുടെ ശരീരത്തിൽ അടയാളമോ പാടുകളോ മുറിവോ ഒന്നും ഉണ്ടായിരിക്കാൻ പാടില്ലായിരുന്നു. പരു ബാധിച്ചപ്പോൾ മിസ്രൈമിൽ ആരാധന നിർത്തിവെച്ചിരിക്കണം. കാരണം പുരോഹിതന്മാർ ഉൾപ്പെടെ എല്ലാ മനുഷ്യർക്കും പരു ബാധിച്ചിരുന്നു. അവരിൽ ഒരുത്തർക്കും യാതൊരിടത്തും ശുശ്രൂഷ ചെയ്യുവാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ പൂജ നടത്തുവാൻ കഴിഞ്ഞില്ല എന്ന് കാണുന്നു. ഈ ബാധയിലൂടെ മിസ്രൈമിലെ മതങ്ങളുടെ മേൽ വാസ്തവത്തിൽ ദൈവിക ന്യായവിധി വരികയാണ് ചെയ്തത്. 7ാമത്തേത് കൽമഴയാണ്. 9-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 35 വരെ. കൽമഴ പെയ്യ്ക്കുന്നതിൽ കൂടി ദൈവം സൂര്യദേവതയുടെ മേൽ തനിക്കുള്ള ശക്തി വെളിപ്പെടുത്തുകയായിരുന്നു. തൻ്റെ അധീനതയിലുള്ള കാര്യങ്ങൾ പോലും നിയന്ത്രിക്കുന്നതിന് ആകാശദേവതയ്ക്ക് ശക്തിയില്ല എന്നാണ് ഈ പറയുന്ന ബാധ തെളിയിക്കുന്നത്. 8ാമതായി വെട്ടിക്കിളിയുടെ ബാധയാണ്. 10-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 20 വാക്യങ്ങളിൽ. ചെറു പ്രാണികളുടെ ദേവന്മാർക്ക് എതിരെയായിരുന്നു വെട്ടിക്കിളിയുടെ ബാധ. അവർക്ക് ചെറുപ്രാണി ദൈവങ്ങളുണ്ടായിരുന്നു. കൃഷികൾ ശാപത്തിനിരയായി എന്നതാണ് വെട്ടിക്കിളി ബാധയുടെ അർത്ഥം. പിന്നീട് യോവേൽ പ്രവചനത്തിലും വെളിപ്പാട് പുസ്തകത്തിലും ഇത്തരത്തിലുള്ള ദൈവിക ന്യായവിധിയെക്കുറിച്ച് പറയുന്നുണ്ട്. 9ാമതായി കൂരിരുട്ടായിരുന്നു. 10-ാം അധ്യായത്തിൻ്റെ 21 മുതൽ 29 വരെയുള്ള വാക്യങ്ങളിൽ. മിസ്രൈമിലെ അവശിഷ്ടങ്ങളിൽ ഏറ്റവും സാധാരണയായി കാണാറുള്ള ചിഹ്നം സൂര്യഫലകമാണ്. സൂര്യഫലകം. അവർ ആരാധിച്ചിരുന്ന സൂര്യദേവനായ റായ്ക്ക് എതിരെ ദൈവം പ്രവർത്തിക്കുകയും അന്ധകാരം ഉണ്ടാക്കുകയും ചെയ്തു എന്ന് മിസ്രൈമ്യർ മനസ്സിലാക്കാൻ കൂരിരുട്ട് കാരണമായി. ഇത് ഞാൻ കൂടുതലായി പിന്നീട് വിവരിക്കാം. സൂര്യദേവനായ റായുടെ നിസ്സഹായതയാണ്, കഴിവില്ലായ്മയാണ് ഈ ബാധ തെളിയിക്കുന്നത്. ഒടുവിലത്തെ ബാധ ആദ്യജാതന്മാരുടെ മരണമാണ്. 11-ാം അധ്യായത്തിലും 12-ാം അധ്യായത്തിലും അത് കാണുന്നു. മിസ്രൈമിലെ മതാചാരപ്രകാരം ആദ്യജാതൻ ദേവന്മാരുടെ വകയാണ്. അതിപ്പോൾ മൃഗങ്ങളുടേതാണെങ്കിലും മനുഷ്യരുടേതാണെങ്കിലും. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ മിസ്രൈമിലെ ദേവന്മാർക്ക് വേർതിരിക്കപ്പെട്ടതിനെയാണ് ദൈവം എടുത്തു കളഞ്ഞത്. താൻ ആരാണെന്ന് മിസ്രൈമ്യരെ പഠിപ്പിക്കുകയായിരുന്നു ദൈവം ഇതിലൂടെ ചെയ്തത്. താൻ സത്യദൈവമാണെന്ന് ഫറവോന് മനസ്സിലാക്കി കൊടുക്കുകയായിരുന്നു ദൈവത്തിൻ്റെ ഉദ്ദേശം. അതേസമയം ഇസ്രായേൽ ജനം അവരുടെ ദൈവമായി തന്നെ അംഗീകരിക്കുന്ന അവസ്ഥയിലേക്ക് അവരെ നടത്തുക കൂടിയാണ് ദൈവം ചെയ്തത്. ഇസ്രായേൽ ജനത്തെ മിസ്രൈമിൻ്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കുവാനുള്ള അവസാനത്തെ ന്യായവിധിയായിരുന്നു ഈ പറഞ്ഞ കടിഞ്ഞൂൽ സംഹാരം. മിസ്രൈമിന്മേൽ വരുത്തിയ ഓരോ ബാധയ്ക്കും കൃത്യമായ അർത്ഥവും ഉദ്ദേശവും ഉണ്ടെന്ന കാര്യം മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്. മിസ്രൈമിലെ ദേവന്മാരെ വെല്ലുവിളിച്ച് ദൈവം അവരെ തോൽപ്പിക്കുകയാണ് ചെയ്തത്. അത്രയധികം വിഗ്രഹാരാധന നിറഞ്ഞ സ്ഥലമായിരുന്നു മിസ്രൈം.
എന്നാൽ മിസ്രൈമിലെ സകല വിഗ്രഹവും നീങ്ങിപ്പോകുന്ന സമയം വന്നു ചേരുമെന്ന് ദൈവം യെശയ്യാ പ്രവാചകനിൽ കൂടി മുൻകൂട്ടി പ്രവചിച്ചിട്ടുണ്ട്. ഇന്ന് മിസ്രൈം, അതായത് ഈജിപ്റ്റ്, ഒരു മുസ്ലിം രാജ്യമാണ്. അവിടെ വിഗ്രഹങ്ങൾക്ക് യാതൊരു സ്ഥാനവുമില്ല. ദൈവം പറഞ്ഞതുപോലെ സകല വിഗ്രഹങ്ങളും അപ്രത്യക്ഷമായിരിക്കുന്നു. ഇസ്രായേൽ ജാതിയുടെ വിടുതലിന് വേണ്ടി ഫറവോനോടുള്ള മോശയുടെ അഭ്യർത്ഥനയാണ് 5-ാം അധ്യായത്തിലെ പ്രധാന വിഷയം. 5-ാം അധ്യായത്തിൽ ഫറവോനുമായുള്ള സംഘട്ടനവും മിസ്രൈമിലെ ദേവന്മാരുമായുള്ള പോരാട്ടവും ആരംഭിക്കുന്നു. 5-ാം അധ്യായത്തിൻ്റെ ആദ്യ വാക്യത്തിൽ അതിൻ്റെ ശേഷം മോശയും അഹ്റോനും ചെന്ന് ഫറവോനോട്, മരുഭൂമിയിൽ എനിക്ക് ഉത്സവം കഴിക്കേണ്ടതിന് എൻ്റെ ജനത്തെ വിട്ടയക്കണം എന്നിപ്രകാരം ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ഇസ്രായേൽ ജനത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ ആദ്യ പടിയായിരുന്നു മരുഭൂമിയിൽ ദൈവത്തിന് ഉത്സവം കഴിക്കുക എന്നത്. മോശയും അഹ്റോനും ഫറവോൻ്റെ അടുക്കൽ തിടുക്കത്തിൽ ചെന്നിട്ട്, ഞങ്ങളുടെ ജനത്തെ വിട്ടയക്കുക, ഞങ്ങൾ മിസ്രൈം വിട്ടു വാഗ്ദത്ത നാട്ടിലേക്ക് പോകുകയാണ്, ഞങ്ങളുടെ അപ്പനപ്പൂപ്പന്മാരുടെ നാട്ടിലേക്ക് പോവുകയാണെന്നൊന്നും പറഞ്ഞില്ല. മരുഭൂമിയിൽ പോയി ദൈവത്തെ ആരാധിക്കുവാൻ ഇസ്രായേൽ ജനത്തെ അനുവദിക്കണമെന്ന് അഭ്യർത്ഥിക്കുക മാത്രമാണ് അവർ ചെയ്തത്. അവസാനം സംഭവിക്കുവാനിരിക്കുന്നതിന് വേണ്ടി അവർ ക്രമേണ ഫറവോനെ സജ്ജമാക്കുകയും അവനെ ഒരല്പം സോഫ്റ്റാക്കുകയാണ് ചെയ്തത്. ഫറവോൻ്റെ പ്രതികരണം വളരെ വിചിത്രമാണ്. 2-ാം വാക്യത്തിൽ അതിന് ഫറവോൻ, ഇസ്രായേലിനെ വിട്ടയപ്പാൻ തക്കവണ്ണം ഞാൻ യഹോവയുടെ വാക്ക് കേൾക്കേണ്ടതിന് അവൻ ആർ? ഞാൻ യഹോവയെ അറിയുകയില്ല, ഞാൻ ഇസ്രായേലിനെ വിട്ടയക്കുകയുമില്ല എന്ന് പറഞ്ഞു. എൻ്റെ ജനത്തെ വിട്ടയക്കണമെന്നത് ഇവിടുത്തെ പ്രധാനപ്പെട്ട വാക്കുകളായി പലപ്പോഴും പരിഗണിക്കാറുണ്ട്. എന്നാൽ ഞാൻ ചിന്തിക്കുന്നത് അതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് യഹോവ ആർ എന്ന ഫറവോൻ്റെ ചോദ്യത്തിൻ്റെ പ്രസക്തി. വാസ്തവത്തിൽ ഇന്ന് ഏറ്റവും ഉത്തമമായ ചോദ്യം ഇതാണ്. കാരണം നമുക്ക് വിടുതൽ ഉണ്ടാകുന്നതിന് മുൻപ് നാം യഹോവയെ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഫറവോൻ 2 പ്രത്യേകമായ പ്രസ്താവനകൾ ചെയ്തു. 1, ഞാൻ യഹോവയെ അറിയുകയില്ല. 2, ഞാൻ ഇസ്രായേലിനെ വിട്ടയക്കുവാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നാൽ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഫറവോൻ ഇസ്രായേലിൻ്റെ ദൈവത്തെ വേദനയോടെ അറിയുകയും അവൻ ഇസ്രായേലിനെ പറഞ്ഞയക്കുകയും ചെയ്യുന്നുണ്ട്. 3-ാം വാക്യത്തിൽ അതിന് അവർ, എബ്രായരുടെ ദൈവം ഞങ്ങൾക്ക് പ്രത്യക്ഷനായി വന്നിരിക്കുന്നു, അവൻ മഹാമാരിയാലോ വാളാലോ ഞങ്ങളെ ദണ്ഡിപ്പിക്കാതിരിക്കേണ്ടതിന് ഞങ്ങൾ 3 ദിവസത്തെ വഴി മരുഭൂമിയിൽ പോയി ഞങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് യാഗം കഴിക്കട്ടെ എന്ന് പറഞ്ഞു. നാം ദൈവത്തെ ആരാധിക്കണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. നാം അപ്രകാരം ചെയ്യുവാൻ ഇപ്പോൾ തുനിയാത്ത പക്ഷം അവൻ നമ്മെ ന്യായം വിധിക്കും, ശിക്ഷിക്കും എന്നാണ് ഇവിടെ വായിച്ചത്. 4-5 വാക്യങ്ങളിൽ മിസ്രയീം രാജാവ് അവരോട്, മോശേ, അഹ്റോനേ, നിങ്ങൾ ജനങ്ങളെ വേല മെനക്കെടുത്തുന്നതെന്ത്? നിങ്ങളുടെ ഊഴിയവേലയ്ക്ക് പോകുവീൻ എന്ന് പറഞ്ഞു. ദേശത്ത് ജനം ഇപ്പോൾ വളരെയാകുന്നു, നിങ്ങൾ അവരെ അവരുടെ ഊഴിയവേല മെനക്കെടുത്തുന്നു എന്നും ഫറവോൻ പറഞ്ഞു. മോശ തൻ്റെ ജനങ്ങളുമായി സംവാദിച്ചിരുന്നു. അവർ അശാന്തരായിരുന്നു. മിസ്രയീം വിട്ടുപോകണമെന്നായിരുന്നു അവരുടെ എല്ലാം താല്പര്യം. ഫറവോന് തൻ്റെ മുൻപിൽ അവതരിപ്പിക്കപ്പെട്ട പ്രശ്നം മനസ്സിലായി. എന്നാൽ അവരെ ഇഷ്ടികക്കളത്തിലേക്ക് അയക്കുകയായിരുന്നു അവൻ ചെയ്തത്. അവൻ അവരുടെ കഷ്ടത വർദ്ധിപ്പിക്കുകയും ചെയ്തു. 6 മുതലുള്ള വാക്യങ്ങളിൽ കാണുന്നത്, അന്ന് ഫറവോൻ ജനത്തിൻ്റെ ഊഴിയവിചാരകന്മാരോടും പ്രമാണികളോടും കൽപ്പിച്ചതെന്തെന്നാൽ, ഇഷ്ടിക ഉണ്ടാക്കുവാൻ ജനത്തിന് മുമ്പിലത്തെ പോലെ ഇനി വൈക്കോൽ കൊടുക്കരുത്, അവർ തന്നെ പോയി വൈക്കോൽ ശേഖരിക്കട്ടെ. എങ്കിലും ഇഷ്ടികയുടെ കണക്ക് മുമ്പിലത്തേതുപോലെ തന്നെ അവരുടെ മേൽ ചുമത്തേണം, ഒട്ടും കുറയ്ക്കരുത്. അവർ മടിയന്മാർ, അതുകൊണ്ടാകുന്നു ഞങ്ങൾ പോയി ഞങ്ങളുടെ ദൈവത്തിന് യാഗം കഴിക്കട്ടെ എന്ന് നിലവിളിക്കുന്നത്. ഇസ്രായേലിയർ ഒരു അവധിയാണ് ആവശ്യപ്പെട്ടത്. ഞങ്ങൾ മരുഭൂമിയിൽ പോയി യാഗം കഴിച്ചിട്ട് വരാം എന്ന്. ഫറവോൻ വിചാരിച്ചത് അധികം ജോലിയൊന്നും ഇല്ലാത്തതിനാലാണ് ഈ അവധി ചോദിക്കുന്നതെന്നും അതുകൊണ്ട് ജോലി കൂട്ടിക്കളയാമെന്നും അത്രേ. അതിനാൽ വൈക്കോൽ കൊടുക്കാതെ തന്നെ ഇഷ്ടികയുടെ എണ്ണം തികയ്ക്കുവാൻ അവർ നിർബന്ധിതരായി. മാത്രമല്ല, സ്വയം വൈക്കോൽ ശേഖരിക്കുവാൻ അവർ കഷ്ടപ്പെടേണ്ടി വന്നു. അവരുടെ ദൈനംദിന വേലയുടെ ഭാരം കൂടുകയാണ് ചെയ്തത് എന്ന് നമുക്കിവിടെ കാണുവാൻ സാധിക്കും. 15 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ
തങ്ങളുടെ വർദ്ധിച്ച ഭാരമുള്ള വേല നിമിത്തം മോശയെയും അഹരോനെയും ഇസ്രായേൽ മക്കൾ കുറ്റപ്പെടുത്തുന്നതായി കാണുന്നു. ആ ഭാഗം നിങ്ങൾ വായിച്ചാൽ മതി. തങ്ങളെ സഹായിക്കുന്നതിന് പകരം തങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കുവാൻ ഫറവോന് കാരണമുണ്ടാക്കി കൊടുത്തതായി അവർ മോശയുടെയും അഹരോൻ്റെയും മേൽ ആരോപണം ഉന്നയിച്ചു. അപ്പോൾ നാം വായിക്കുന്നത് മോശയുടെ പ്രതികരണമാണ് 22-ാം വാക്യത്തിൽ. അപ്പോൾ മോശ യഹോവയുടെ അടുക്കൽ ചെന്ന്, കർത്താവേ, നീ ഈ ജനത്തിന് ദോഷം വരുത്തിയതെന്ത്? നീ എന്നെ അയച്ചത് എന്തിന്? ഞാൻ നിൻ്റെ നാമത്തിൽ സംസാരിപ്പാൻ ഫറവോൻ്റെ അടുക്കൽ ചെന്നതു മുതൽ അവൻ ഈ ജനത്തോട് ദോഷം ചെയ്തിരിക്കുന്നു. നിൻ്റെ ജനത്തെ നീ വിടുവിച്ചതുമില്ല എന്ന് പറഞ്ഞു. മോശ യഹോവയുടെ അടുക്കൽ ചെന്നു. നേരത്തെ താൻ ഒരു തീരുമാനമെടുക്കേണ്ട സാഹചര്യം വന്നപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയ മോശ ഇപ്പോൾ അവൻ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നേരെ ചെല്ലുകയാണ്. ഇവിടെ മോശയുടെ അവസ്ഥയൊന്ന് ചിന്തിച്ചു നോക്കൂ. അവൻ്റെ സകല ക്ഷമയും നശിക്കുന്നു. അവൻ അസ്വസ്ഥനാകുന്നു. അവൻ ദൈവത്തോട് പരാതി പറയും, ദൈവമേ, ഞാൻ നിൻ്റെ നിർദ്ദേശം അനുസരിച്ച് ജനത്തെ വിടുവിക്കാനാണ് വന്നത്. നല്ല ഉദ്ദേശത്തോട് വന്നതാണ്. അന്നേ ഞാൻ പറഞ്ഞതല്ലേ എന്നെക്കൊണ്ട് ഇത് സാധിക്കില്ലെന്ന്. ഇപ്പോൾ ഇതാ ജനത്തെ വിട്ടയക്കുന്നതിന് പകരം ഫറവോൻ ഇസ്രായേൽ മക്കൾക്ക് അവരുടെ ജീവിതം കൂടുതൽ കഷ്ടപൂർണവും ഭാരമുള്ളതുമാക്കി തീർത്തു. മോശയുടെ സ്ഥാനത്ത് നമ്മളൊക്കെ ആയിരുന്നെങ്കിലും ഇത് തന്നെ പറയുമായിരുന്നു. എന്നാൽ തൻ്റെ പദ്ധതി നടപ്പാക്കുന്നതിനായി ദൈവം തൻ്റേതായ മാർഗത്തിൽ പ്രവർത്തിക്കുകയായിരുന്നു. എന്നാൽ ആ ചിത്രം മുഴുവനായി കാണുവാൻ മോശയ്ക്ക് കഴിയുന്നില്ല. ദൈവത്തിൻ്റെ മനസ്സിലിരിക്കുന്ന മുഴുവനായി അവന് മനസ്സിലാകുന്നില്ല. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും ഇതുപോലെയുള്ള അവസരങ്ങളിലാണല്ലോ നമുക്ക് ക്ഷമ നഷ്ടപ്പെടുന്നതും നാം പിറുപിറുക്കുന്നതും. ഞാൻ വാസ്തവത്തിൽ ദൈവശബ്ദം കേട്ടാണോ ഇറങ്ങിയതെന്ന് പലപ്പോഴും നിങ്ങൾ ചിന്തിക്കാറില്ലേ? എല്ലാം പ്രതികൂലം. ദൈവഹിതമായിരുന്നെങ്കിൽ എല്ലാം അനുകൂലമാകേണ്ടതല്ലേ? ഇപ്പോൾ ഫറവോനും ഇസ്രായേലും മാത്രമല്ല, ഇസ്രായേലിനും മോശയ്ക്കെതിരായിരിക്കുന്നു. പലപ്പോഴും അനുകൂലമായ സാഹചര്യങ്ങൾ മാത്രം കാക്ഷിക്കുന്നത് കൊണ്ടല്ലേ നമ്മുടെ ആത്മീയ ജീവിതം തളർന്നു പോകുന്നത്. ഞാൻ ദൈവത്തെ വിളിക്കുന്നത് കൊണ്ട് എൻ്റെ വീട്ടിൽ സമൃദ്ധിയായിരിക്കണം, ഞെരുക്കമൊന്നും പാടില്ല, രോഗമൊന്നും വരരുത്, മക്കളെല്ലാം നല്ല നിലയിലെത്തണം, എല്ലാവരും എന്നെ അംഗീകരിക്കണം, ആരും എന്നെക്കുറിച്ച് ദോഷമൊന്നും പറയരുത്, സുഖവും പ്രശസ്തിയും സമൃദ്ധിയും എല്ലാം ഉണ്ടാകണം. ഇതൊക്കെയാണ് പലരും ചിന്തിക്കുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയരെ, അത് ക്രിസ്തീയ ജീവിതമല്ല. ഒരു ദൈവവൈതലിന് ദുഃഖത്തിൻ്റെ മധ്യത്തിലും പാടുവാൻ സാധിക്കണം. ഒരുപക്ഷെ ലോകത്തിൽ മറ്റാർക്കും ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ പ്രശ്നവും ബുദ്ധിമുട്ടും ഭാരവും ഓരോ ദൈവവൈതലിനും ഉണ്ടായി എന്ന് വന്നേക്കാം. അതിൻ്റെ മധ്യത്തിലും ദൈവത്തെ ആശ്രയിക്കുവാനും അവൻ തന്നിട്ടുള്ള സാഹചര്യങ്ങളിൽ വിശ്വസ്തരായിരിക്കാനും കഴിയുന്നതാണ് നമ്മെ വിജയത്തിലേക്ക് നയിക്കുന്നത്. കർത്താവിൻ്റെ വാക്കുകൾ ആ യാഥാർത്ഥ്യത്തെക്കുറിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. കർത്താവ് പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 33-ാം വാക്യത്തിൽ. മോശ താമസിയാതെ തന്നെ അനുതപിച്ചത് നാം കാണുന്നു. അവനത് പഠിച്ചു. ദൈവം മോശയെയും ഇസ്രായേൽ മക്കളെയും പ്രോത്സാഹിപ്പിക്കുന്നതായി അടുത്ത അധ്യായത്തിൽ നാം കാണുന്നുണ്ട്. താൻ അവരെ വിടുവിക്കുമെന്നുള്ള തൻ്റെ വാഗ്ദത്തം ദൈവം പുതുക്കി മോശയെ ധൈര്യപ്പെടുത്തുകയും ചെയ്യുന്നു. മോശയെയും ഇസ്രായേൽ ജനത്തെയും മിസ്രൈമ്യരെയും ഫറവോനെയും ദൈവം ഇനിയും അനേകം കാര്യങ്ങൾ പഠിപ്പിക്കുവാൻ പോകുകയാണ്. ദൈവത്തിന് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഉദ്ദേശമുണ്ട്. താൽക്കാലികമായ പ്രതിസന്ധികളെ നാം അഭിമുഖീകരിക്കുമ്പോൾ മനസ്സ് മടുത്ത് ദൈവത്തെ തള്ളിപ്പറയുന്ന അല്ലെങ്കിൽ ദൈവത്തെ ചോദ്യം ചെയ്യുന്ന നമ്മുടെ മനോഭാവമാണ് ഏറ്റവും മോശമായിട്ടുള്ളത്. എന്നെ ശ്രദ്ധിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ദൈവഹിതം തിരിച്ചറിയുവാൻ എത്ര വലിയ പ്രതിസന്ധിയിലാണെങ്കിൽ പോലും ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്തെന്ന് മനസ്സിലാക്കുവാൻ നിങ്ങളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുമോ? ദൈവം അതിനായി നിങ്ങളെ ശക്തീകരിക്കട്ടെ, സഹായിക്കട്ടെ. അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന പ്രതികൂല സാഹചര്യങ്ങളിൽ മനസ്സ് പതറിപ്പോകുന്നത് സ്വാഭാവികമാണ്. എന്നാൽ അത്തരം അവസരങ്ങളിൽ സ്വന്തം ബുദ്ധിയിൽ ആശ്രയിക്കാതെ ദൈവമുഖം അന്വേഷിക്കുക മാത്രമാണ് ഒരു ദൈവഭക്തൻ ചെയ്യേണ്ടത്. ഇത്തരം സാഹചര്യങ്ങളെ മുന്നിൽ കണ്ടാണ് ക്രിസ്തുയേശു നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിൽ വിശ്വസിപ്പീൻ എന്ന് അരുളി ചെയ്തിരിക്കുന്നത്. നമ്മുടെ മനസ്സുറപ്പിച്ച് മുന്നോട്ട് പോകുവാൻ
ഈ പഠനം നമ്മെ സഹായിക്കട്ടെ.